ജനുവരി 7-ാം തീയതിയാണ് നടിയുടെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെ അദ്ദേഹം 5 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതായിരുന്നു നടിയുടെ പരാതി. ആ പരാതിയിന്മേൽ സൈബർ പോലീസും അതോടൊപ്പം സെൻട്രൽ പോലീസും സ്വീകരിച്ച അസാധാരണമായ അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ വേഗം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കേസെടുത്ത് പിന്നാലെ തന്നെ വയനാട് നിന്ന് പിടികൂടിയതൊക്കെ നമുക്ക് മുൻപിലുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 300-ലധികം പേജുള്ള കുറ്റപത്രമാണ് എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ നടിയെ ഇയാൾ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെയാണ്. ഒപ്പം ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ആളാണെന്ന് അല്ലെങ്കിൽ അത്തരം വസ്തുതകൾ സ്ഥിരീകരിക്കുന്ന രേഖകൾ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ഈ കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വിചാരണ നടപടികൾ വേഗത്തിലാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന ന്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്. പല ഇൻ്റർവ്യൂസിലും പല രീതിയിൽ പല നടിമാരെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തെളിവും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതെന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത നടപടി വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതിനി വരും ദിവസങ്ങളിൽ മാത്രമേ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ.